വിവാദ പരാമർശവുമായി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പലരും ലഹരിക്ക് അടിമകളാണ്. പരിശോധന നടത്തിയാൽ എത്ര പേർ ലഹരിക്ക് അടിമകളാണെന്ന് അറിയാനാകുമെന്നും തെമ്മാടികളെ ചെറുക്കുന്നവരിലൂടെയാണ് രാജ്യം വളരുകയെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ആ വിവാദ പ്രസ്താവനയിലേക്ക് ഇവിടെ തെമ്മാടിത്തരം കാണിച്ചു നടത്തുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ പലരും ഡ്രഗ് അഡിക്ട്സ് ആണ്. I have said it in publicly. And if they challenge, I will ask them to take a DOP test. DOP test എടുത്തിയാൽ നമുക്കറിയാം ഇവരെത്ര പേര് ഡ്രഗ് അഡിക്ട്സ് ആണ്. And this enemy is trying to destroy war they cannot win. By terrorist activity they may be able to damage us. By converting our students into drug addicts they may be able to survive. ജിബിൻ ജെബി തിരുവനന്തപുരം ചെയ്തു. ജിബിൻ, മോഹൻ കുന്നുമ്മൽ ഇത്തരത്തിൽ വിവാദ പ്രസ്താവന വിവാദ നടപടികളും ഇത് ആദ്യമായിട്ടല്ല. എന്തായാലും ഇത് അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തലാണ്, അപമാനിക്കലാണ്. ഏതെങ്കിലും കണക്കുകളുടെയോ അല്ലെങ്കിൽ ഫാക്ച്വലായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ പരാമർശം എന്ന കാര്യം ഉറപ്പാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി നേതാക്കളുടെ അടക്കം ഏതെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ? സുഹേൽ, 2 ദിവസം മുൻപ് കേരള യൂണിവേഴ്സിറ്റി VC ആയിട്ടുള്ള മോഹൻ കുന്നുമ്മൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ച വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയൊക്കെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എന്ന് പറയുന്നത് എല്ലാവരും ലഹരി മരുന്നിന് അടിമകളാണ്. ഇതുവരെ പരസ്യമായി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ താൻ വെല്ലുവിളിക്കുകയാണെന്നാണ് മോഹൻ കുന്നുമ്മൽ പറയുന്നത്. അതുമാത്രമല്ല, ഇവരിൽ പലരും ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഖരാവോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തന്നെ മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിലുള്ള പല അധ്യാപകരെയും ഇവർ ഖരാവോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബസ്സിന് കല്ലെറിയുന്നവരാണ്, തെമ്മാടികളാണ്, റോഡിൽ ടയർ കത്തിക്കുന്നവരാണ്. ഇവരെയൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ കാണാൻ സാധിക്കുന്നതെന്നാണ് ഈ VC ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് കേരളത്തിന്റെ ഭാഗമായി വളർന്നു വരുന്നത്, എന്ത് സന്ദേശമാണ് ഇവർക്ക് നൽകാൻ സാധിക്കുന്നതെന്ന് കൂടി ചോദിച്ചുകൊണ്ടാണ് ആ പ്രസംഗത്തിന്റെ ഭാഗം അവസാനിപ്പിക്കുകയും ചെയ്തത്. നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളെ കേരള യൂണിവേഴ്സിറ്റി VCയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും നേർക്കുനേർ വരുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. VCയെ തടയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഫണ്ട് അനുവദിക്കാത്തതും കലോത്സവം നടത്താനുള്ള ഡേറ്റ് അനുവദിക്കാത്തതും സ്പോർട്സ് താരങ്ങൾക്കുള്ള കോട്ട, അവർക്കുള്ള അലവൻസ് ഒന്നും അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷ സംഘടനകളും പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ VCക്ക് എതിരെ രംഗത്ത് വരുന്ന സാഹചര്യം, കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘർഷാവസ്ഥ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കെതിരെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന പരാമർശവുമായി VC തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.